ആദ്യം തന്നെ എന്നെ അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സാക്ഷിയാക്കിയതിന് അമ്മ മാതാവിനും തിരുക്കുമാരനും 1000 നന്ദി. എൻ്റെ പേര് ലിൻസി. ഞാൻ ട്രിവാൻഡ്രം ജില്ലയിലെ വിഴിഞ്ഞമെന്ന സ്ഥലത്തു നിന്നാണ് വരുന്നത്. എൻ്റെ ആദ്യത്തെ ഉടമ്പടി ഞാൻ എടുക്കുന്നത് 25/1/2025 ഞാൻ ഉടമ്പടി എടുക്കേണ്ട കാരണമെന്ന് പറയുന്നത് എനിക്ക് നേഴ്സിംഗ് ഇവിടെ കേരളത്തിൽ പഠിക്കാൻ ഭയങ്കര താല്പര്യമായിരുന്നു. അങ്ങനെ ഞാൻ LBS വഴി മെറിറ്റ് സീറ്റിൽ അഡ്മിഷൻ ഇട്ടു, ഒരുപാട് കോളേജുകളിലിട്ടു, എനിക്ക് അഡ്മിഷൻ കിട്ടിയില്ല. അങ്ങനെ ലാസ്റ്റ് സ്പോട്ട് അലോട്ട്മെൻറ്റിൽ ഞാൻ LBS സെൻറ്ററിൽ പോയി അവിടെ ഉപ്പിട്ട് വിശ്വാസ പ്രമാണം പറഞ്ഞ് പ്രാർത്ഥിച്ചു, എന്നിട്ട് എനിക്ക് കിട്ടിയില്ല. അങ്ങനെ ഞാൻ ബാംഗ്ലൂരിൽ അഡ്മിഷൻ എടുക്കുകയാണ്. 50,000 രൂപ അടച്ച് ബാംഗ്ലൂരിൽ പോകാൻ തയ്യാറായിരിക്കുന്ന തലേ ദിവസം എനിക്ക് നല്ല വയറുവേദനയായി, എനിക്ക് പോകാൻ പറ്റിയില്ല. അങ്ങനെ എല്ലാം മാറി വന്ന് അടുത്ത ആഴ്ച പോകാനിരുന്നപ്പോൾ അമ്മയ്ക്ക് വയ്യാതായി. അങ്ങനെ ഒരുപാട് തടസ്സങ്ങളുണ്ടായി. അങ്ങനെ ഞാൻ വിചാരിച്ചു കൃപാസനത്തിൽ വന്ന് അച്ഛനെ കാണാമെന്ന്. അങ്ങനെ ഞങ്ങൾ കൃപാസനത്തിൽ വന്നു. ഞങ്ങൾക്ക് അച്ഛനെ കാണാൻ പറ്റിയില്ല, കാരണം അന്ന് അച്ഛൻ ആരെയും നോക്കുന്നില്ലായിരുന്നു. അങ്ങനെ അടുത്ത നവംബർ 9 എൻ്റെ പിറന്നാൾ ദിവസം ഞാൻ ഇവിടെ കൃപാസനത്തിൽ വരികയാണ്. എനിക്ക് അന്ന് 18 വയസ്സ് കഴിഞ്ഞിരുന്നു. അപ്പോൾ അവർ പറഞ്ഞു ഉടമ്പടി എടുത്താൽ മാത്രമേ അച്ഛനെ കാണാൻ സാധിക്കുകയുള്ളൂ, അതുകൊണ്ട് പറ്റത്തില്ല. അങ്ങനെ ഞാൻ ഇവിടെ കൃപാസനത്തിൽ നിന്ന് കരഞ്ഞിട്ടാണ് പോകുന്നത്. ഞാൻ അന്ന് അമ്മയടുത്തൊരു കാര്യം പറഞ്ഞിട്ട് പോയി, അമ്മ ഞാൻ വീട്ടിലെത്തുന്നതിന് മുമ്പ് അമ്മ എനിക്കിതൊന്ന് ഒരു സൊല്യൂഷൻ കാണിച്ചു തരണമെന്ന്. അങ്ങനെ ഞാൻ വീട്ടിലെത്തുന്നതിന് രാത്രിയാകുന്നതിന് മുമ്പ് തന്നെ ഞങ്ങൾക്ക് ജർമ്മൻ പഠിക്കാമെന്നൊരു ഇത് തോന്നി. അങ്ങനെ എൻ്റെ ഫ്രണ്ട് ജർമ്മൻ പഠിക്കുന്നുണ്ട്. അപ്പോൾ ഞാൻ ഇങ്ങനെ കോണ്ടാക്റ്റ് ചെയ്തു, അവിടുത്തെ ഇൻസ്റ്റിറ്റ്യൂഷൻ്റെ നമ്പറെല്ലാം ചോദിച്ചു. അങ്ങനെ ഇൻസ്റ്റിറ്റ്യൂഷനിൽ വിളിച്ച് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞു 2 ആഴ്ച കഴിഞ്ഞു ക്ലാസ് തുടങ്ങിയിട്ട്, പിന്നെ ക്ലാസ്സിൽ കയറാൻ പറ്റത്തില്ലെന്ന്. എന്നാൽ അവർ പറഞ്ഞു ഞങ്ങൾ നോക്കാമെന്ന് പറഞ്ഞ് 2ാമത്തെ ദിവസം അവർ വിളിച്ചു, നിനക്ക് വരാം, അഡ്മിഷൻ എടുക്കാമെന്ന്. അങ്ങനെ ഞാൻ ജർമ്മൻ പഠിക്കാൻ ആരംഭിച്ചു. A1 A2 B1 എല്ലാം പാസ്സായി. അങ്ങനെ അവസാനത്തെ നിമിഷം B2 എക്സാം ഞാൻ എഴുതാൻ തുടങ്ങി. ആ ടൈമിൽ ഞാനിവിടെ ഉടമ്പടി എടുത്തിട്ടുണ്ടായിരുന്നു. പക്ഷേ ഞാൻ ഉടമ്പടി നന്നായിട്ട് ഉഴപ്പി. എനിക്ക് രാവിലെ 5:30 പ്രത്യക്ഷീകരണ പ്രാർത്ഥന ഞാൻ ലേറ്റായിട്ട് പറഞ്ഞു, ബൈബിളൊക്കെ നേരെ വായിക്കാറായി. അങ്ങനെ ഞാൻ B2 എക്സാം അറ്റൻഡ് ചെയ്തു. എനിക്കന്ന് പക്ഷേ കോൺഫിഡൻസ് ഉണ്ടായിരുന്നു, എനിക്ക് B2 കിട്ടും. കാരണം എനിക്ക് B1 കിട്ടിയിരുന്നു ഇൻ്റർനാഷണൽ എക്സാം, പക്ഷേ എനിക്കന്ന് B2 കിട്ടിയില്ല. അങ്ങനെ എനിക്ക് ഒരുപാട് സങ്കടമായി. അപ്പം ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അത് അമ്മ മാതാവിൻ്റെ പ്രാർത്ഥന കേട്ടില്ല, എനിക്കിതൊന്നും തന്നില്ലെന്ന്. അങ്ങനെ ഞാൻ ഒരുപാട് കരഞ്ഞു. അങ്ങനെ അടുത്ത ദിവസം തൊട്ട് ഞാൻ എൻ്റെ ഉടമ്പടിയെല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോകാൻ തുടങ്ങി, വചനങ്ങൾ എഴുതാൻ തുടങ്ങി, കൊന്ത ചൊല്ലാൻ തുടങ്ങി, എല്ലാം കൃത്യമായിട്ട് കൊണ്ടുപോയി. അങ്ങനെ ഞാൻ B2 അടുത്ത എക്സാമിന് ഫെബ്രുവരി ലാസ്റ്റ് വീക്കാണ് ഞാൻ എടുത്തത്. പക്ഷേ ഞാൻ എടുത്ത ദിവസം എന്ന് പറയുന്നത് സൺഡേ ആണ്. അപ്പോൾ ഞാൻ അമ്മയടുത്ത് പറഞ്ഞു, അമ്മ എനിക്ക് സൺഡേ എക്സാം എഴുതണ്ട, എനിക്കൊന്ന് പള്ളിയിൽ പോകണം, എനിക്ക് വേറൊരു ദിവസം അമ്മ ഒരുക്കി തരണേ എന്ന്. അങ്ങനെ എൻ്റെ എക്സാം മാറി. മാർച്ച് ഫസ്റ്റ് വീക്ക് അമ്മ എനിക്ക് ഒരുക്കി തന്നു. അങ്ങനെ ഞാൻ എക്സാമിന് പോകുന്നതിന് മുമ്പ് ഇവിടെ കൃപാസനത്ത് വന്ന് അച്ഛനെ കണ്ടു. എനിക്ക് അച്ഛനെ കാണാൻ പറ്റി. അച്ഛൻ പ്രാർത്ഥിച്ച് എനിക്ക് കാശ് രൂപം തന്നു. അതുപോലെ തന്നെ എന്നെ കണ്ട് ചിരിക്കുകയും ചെയ്തു. അപ്പോൾ എനിക്കൊരു കോൺഫിഡൻസായി, എനിക്ക് എന്ത് എക്സാം കിട്ടുമെന്നൊരു കോൺഫിഡൻസായി. അങ്ങനെ ഞാൻ എക്സാമിന് മാർച്ച് ഫസ്റ്റ് പോവുകയാണ്. എൻ്റെ ചുറ്റുമുള്ള പിള്ളേരെല്ലാം പഠിക്കുക, പക്ഷേ എനിക്ക് എന്ത് ചെയ്യണമെന്ന് അറിയത്തില്ല. എൻ്റെ കയ്യിൽ ആ സമയം എൻ്റെ കൊന്തമുണ്ട്. ഞാൻ കൊന്ത ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്, എൻ്റെ ചുറ്റുമുള്ള പിള്ളേരെല്ലാം പഠിക്കുക. അങ്ങനെ എക്സാം ഹാളിൽ കയറിയിട്ട് ഞാൻ ഈ കാശ് രൂപത്തിൽ മുറുകെ പിടിച്ചു, അമ്മേ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെ എനിക്ക് അമ്മ തരണമെന്നും. അങ്ങനെ കാശ് രൂപത്തിൽ മുറുക്കി കണ്ണടച്ച് പിടിച്ച് പ്രാർത്ഥിച്ചതിന് ശേഷം ഞാൻ കണ്ണ് തുറന്നപ്പോൾ ഞാൻ പഠിച്ച ക്വസ്റ്റ്യൻസ് തന്നെയാണ് അമ്മ എനിക്ക് തന്നത്. അങ്ങനെ എനിക്ക് കോൺഫിഡൻസ്, എനിക്ക് റൈറ്റിംഗ് കിട്ടും. അങ്ങനെ ഉച്ചയ്ക്ക് ശേഷം ഞാൻ സ്പീക്കിംഗ് എക്സാം അറ്റൻഡ് ചെയ്യാൻ കയറി. സ്പീക്കിംഗ് എക്സാം ഫസ്റ്റ് ഡേയിൽ ഞാൻ നന്നായിട്ട് പറഞ്ഞു. സെക്കൻഡ് ഡേയിലായപ്പോൾ അവരെന്നോട് പറഞ്ഞു, നീ പറയുന്നത് തെറ്റാണ്, ഇതല്ല പറയേണ്ടതെന്ന്. എൻ്റെ കണ്ണെല്ലാം നിറഞ്ഞു. അപ്പോൾ എൻ്റെ അടുത്ത് അവർ ചോദിച്ചു, നീ എക്സാം തോറ്റാ നീ എന്ത് ചെയ്യുമെന്ന്. അപ്പോൾ എനിക്ക് ഉറപ്പാണ് എനിക്ക് എക്സാം കിട്ടത്തില്ല. അങ്ങനെ ഞാൻ അന്ന് കരഞ്ഞിട്ടാണ് അവിടെ നിന്ന് ഇറങ്ങിയത്. അങ്ങനെ ഞാൻ എൻ്റെ കൊന്തയും ബൈബിൾ വായന എല്ലാം കൃത്യമായിട്ട് തന്നെ കൊണ്ടുപോയി. അങ്ങനെ ഞാൻ ഒരു ദിവസം കൊന്ത പഠിച്ചിട്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നി ഞാൻ 2 പേപ്പറിൽ അങ്ങനെ എഴുതിയിട്ട് ഒന്നിൽ ഞാൻ പാസ്സാവും, ഒന്നിൽ ഫെയിലാവും എന്ന് ഞാൻ അമ്മയുടെ മുമ്പിൽ കുലുക്കിയിട്ടിട്ട് പറഞ്ഞു, ഇത് ഞാനല്ല എടുക്കേണ്ടത്, അമ്മയായിരിക്കണം എനിക്കൊരു പേപ്പർ എടുത്ത് തരേണ്ടതെന്ന്. അങ്ങനെ ഞാൻ പേപ്പർ എടുത്തപ്പോഴത്തേക്കും അതിൽ പാസ് എന്നാണ് എനിക്ക് വന്നത്. അങ്ങനെ അതെല്ലാം കഴിഞ്ഞു. ഞാൻ എൻ്റെ ഈ A1 തൊട്ട് B2 വരെ എൻ്റെ നോട്ട്ബുക്കിൽ ഒരു വചനമാണ് എഴുതി വെച്ചിരിക്കുന്നത്, ഫിലിപ്പി 4:13, എന്നെ ശക്തനാക്കുന്നവനിലൂടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുമെന്നൊരു വചനം.
അങ്ങനെ B2 എക്സാമിൻ്റെ റിസൾട്ട് മാർച്ച് 23 ആയപ്പോൾ എനിക്ക് വന്നു. മൺഡേ രാത്രിയാണ് എനിക്ക് റിസൾട്ട് വന്നത്. ഞാൻ പറഞ്ഞു എൻ്റെ അമ്മയടുത്ത് ഞാൻ പറഞ്ഞു, അമ്മ ഞാൻ ഇന്ന് നോക്കത്തില്ല, എനിക്ക് ചൊവ്വാഴ്ച ഞാൻ 2:30 അമ്മയുടെ പ്രത്യക്ഷീകരണത്തിൻ്റെ സമയം മാത്രമേ ഈ റിസൾട്ട് ഞാൻ ഓപ്പൺ ചെയ്യത്തുള്ളൂ എന്ന്. അങ്ങനെ അടുത്ത ദിവസമായപ്പം 12:30 അച്ഛൻ്റെ ധ്യാനം ഉണ്ടായിരുന്നു. അച്ഛൻ്റെ ധ്യാനം ഞാൻ കണ്ടു. 2:30 ആയപ്പോൾ ഞാൻ എൻ്റെ റിസൾട്ട് ഓപ്പൺ ചെയ്തു. എൻ്റെ വീട്ടിൽ സിൽവർ രൂപത്തിലുള്ള മാതാവിൻ്റെ ഒരു സ്വരൂപമുണ്ട്. അപ്പോൾ എൻ്റെ ഫോൺ നേരെ അമ്മയുടെ നേരെ ഞാൻ തിരിച്ചു വെച്ചു റിസൾട്ട് ഓപ്പൺ ചെയ്തിട്ട്. ഞാൻ പറഞ്ഞു, അമ്മയുടെ ഞാൻ ഇത് ആദ്യം കാണിക്കുക, എന്നിട്ടേ ഞാൻ നോക്കത്തുള്ളൂ എന്ന്. അങ്ങനെ റിസൾട്ട് ഞാൻ നേരെ അമ്മയുടെ നേരെ തിരിച്ചിട്ട് ഞാൻ നോക്കി, അതിൽ ഞാൻ പാസ്സായി. അങ്ങനെ അമ്മ എന്നെ B2 എന്നെ ജയിപ്പിച്ചു. ഈ B2 എക്സാമിൻ്റെ റിസൾട്ട് വരുന്ന തലേ ദിവസം എനിക്ക് മാതാവിൻ്റെ ഒരു പ്രസൻസ് അനുഭവപ്പെട്ടു. എനിക്ക് രാത്രി അറിയത്തില്ല, ഞാൻ മാതാവിനെ കണ്ടെന്ന് തന്നെ പറയാം, എനിക്ക് അത് ഫീൽ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെ B2 എക്സാം പാസ്സായി, എൻ്റെ വിസ പ്രോസസ്സിങ് സ്റ്റാർട്ടായി. അങ്ങനെ ഇരിക്കുമ്പോൾ എൻ്റെ കൂടെ ഉള്ള എൻ്റെ ഫ്രണ്ട്സിനെല്ലാം വിസ വന്നു, എനിക്ക് വിസ ഡിലേ ആയി. എനിക്കറിയത്തില്ല എന്ത് ചെയ്യണമെന്ന്. അങ്ങനെ ഞാൻ പള്ളിയിൽ പോയി കുമ്പസാരിച്ചിട്ട് മാതാവിൻ്റെ അടുത്ത് നിന്ന് കൊന്ത് ചൊല്ലി പ്രാർത്ഥിച്ച് തിങ്കളാഴ്ച എനിക്ക് മെസ്സേജ് വന്നു വിസ വരുമെന്ന്. അങ്ങനെ ചൊവ്വാഴ്ച തന്നെ എനിക്ക് എൻ്റെ കയ്യിൽ വിസ കിട്ടി. അങ്ങനെ എൻ്റെ വിസ പ്രോസസ്സിങ് എല്ലാം നന്നായിട്ട് നടന്നു. പിന്നെ എൻ്റെ അടുത്ത നിയോഗം എന്ന് പറയുന്നത്, എനിക്ക് 3 മാസത്തിൽ എനിക്ക് വയറുവേദന വരുമായിരുന്നു. യൂറിൻ ഇൻഫെക്ഷൻ കാരണമാണ് വരുന്നത്. ഇത് കാരണമാണ് എനിക്ക് ബാംഗ്ലൂർ പോകാൻ സാധിക്കാത്തത്. ഞാൻ നേർച്ച വസ്തുക്കൾ ഉപയോഗിക്കാൻ തുടങ്ങി. അങ്ങനെ ഞാൻ ഉടമ്പടി എടുക്കുമ്പോൾ തന്നെ എനിക്ക് 3 മാസത്തിൽ വേദന വരും, പിന്നെ കുറഞ്ഞു വരാൻ തുടങ്ങി. അങ്ങനെ എൻ്റെ 3ാമത്തെ പുതുക്കലിൽ തന്നെ എൻ്റെ വയറുവേദന എനിക്ക് മൊത്തത്തിൽ നിന്ന് മാതാവിൻ്റെ നിന്ന് വയറുവേദന എടുത്തു മാറ്റി. അങ്ങനെ ഇപ്പം 8 മാസം കൊണ്ട് എനിക്കിപ്പോൾ ആ വയറുവേദന വരുന്നില്ല. പിന്നെ എൻ്റെ ശരീരത്തിൽ റിംഗ് വേം എന്നൊരു ഇൻഫെക്ഷൻ ഉണ്ടായിരുന്നു. മെഡിസിൻ കഴിക്കുമ്പം അത് നിൽക്കും, പിന്നെ ഈ മെഡിസിൻ നിർത്തുമ്പോഴത്തേക്ക് അത് ഒരുപാട് കൂടുന്നുണ്ട്. ഉപ്പ് അതൊക്കെയാണ് യൂസ് ചെയ്തിട്ടിരുന്നത്. അതുവഴി ഇപ്പം എനിക്ക് ആ റിംഗ് വേം എന്ന അസുഖം മാറി. ഞാൻ ജർമ്മനിയിൽ പോകുന്നതിന് മുമ്പ് തന്നെ എൻ്റെ വയറുവേദനയും റിംഗ് വേം എല്ലാം അമ്മ മാറ്റി തന്നു. ഞാൻ ഈ ഓഗസ്റ്റ് 1 ജർമ്മനിയിലേക്ക് പോവുകയാണ്. എനിക്ക് എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിന് ഈശോയ്ക്ക് 1000 നന്ദി പറയുന്നു. എൻ്റെ പ്രേക്ഷിത പ്രവർത്തനം എന്ന് പറയുന്നത്, ഞാൻ ഹോസ്പിറ്റലിൽ പത്രം കൊടുക്കാറുണ്ട്, അതേപോലെ തന്നെ ബസ് സ്റ്റോപ്പുകളിലും എൻ്റെ ഫ്രണ്ട്സിനും ഒക്കെ എല്ലാവർക്കും കൊടുക്കാറുണ്ട്. ആ പത്രം കൊടുക്കുമ്പം തന്നെ പൊതിച്ചോറും വെച്ചാണ് കൊടുക്കുന്നത്. പിന്നെ കാശ് രൂപവും കൊടുക്കാറുണ്ട്, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാറുണ്ട്. പിന്നെ കാരുണ്യ പ്രവർത്തികളെന്ന് പറയുമ്പോൾ ഓൾഡ് ഏജ് ഹോംസ് വിസിറ്റ് ചെയ്യാറുണ്ട്, അവർക്ക് ഫുഡൊക്കെ കൊണ്ട് കൊടുക്കാറുണ്ട്, അവരോട് സമയം സ്പെൻഡ് ചെയ്യാറുണ്ട്. എല്ലാ അനുഗ്രഹങ്ങളും തന്ന അമ്മ മാതാവിനും ഈശോയ്ക്ക് 1000 നന്ദി. സങ്കീർത്തനങ്ങൾ 118 6 മുതലുള്ള വാക്യങ്ങൾ. കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്, ഞാൻ ഭയപ്പെടുകയില്ല. മനുഷ്യനോട് എന്തു ചെയ്യാൻ കഴിയും? എന്നെ സഹായിക്കാൻ കർത്താവ് എൻ്റെ പക്ഷത്തുണ്ട്. പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷീകരണ സാക്ഷിയായിട്ട് ലിൻസി പി ട്രിവാൻഡ്രം തൻ്റെ അനുഭവ സാക്ഷ്യം നമുക്ക് മുമ്പിൽ പങ്കുവെക്കുകയായിരുന്നു. കേരളത്തിൽ നേഴ്സിംഗ് പഠിക്കണം എന്നുള്ള ആഗ്രഹമായിട്ടാണ് മുമ്പോട്ട് പോയതെങ്കിലും തുടർന്നുള്ള മുമ്പോട്ടുള്ള യാത്രയിൽ അത് ജർമ്മൻ പഠിക്കുവാനും അതിലൂടെ മുമ്പോട്ട് പോകുവാനായിട്ടാണ് ഈ മകൾക്ക് സാധിച്ചത്. തുടർന്ന് ജർമ്മൻ പഠിക്കുവാനും അതിൻ്റെ ആദ്യത്തെ A1 A2 ഒക്കെ പാസ്സാകാനായിട്ടൊക്കെ സാധിച്ചു. അതോടൊപ്പം തന്നെയാണെങ്കിൽ ഉടമ്പടി എടുത്തതിന് ശേഷമാണെങ്കിലും ഉടമ്പടിയിൽ പലവിധത്തിലുള്ള വീഴ്ചകൾ വന്നു പോയിട്ടുണ്ടെങ്കിലും തനിക്കത് ഉടമ്പടി അത് പുതിയ രീതിയിലേക്ക് തൻ്റെതായ രീതിയിലേക്ക് അത് പുതുക്കണമെന്നുള്ള ചിന്തകളും തുടർന്ന് ഉടമ്പടിയിൽ ജീവിക്കണമെന്നുള്ള ബോധ്യങ്ങൾ മുമ്പോട്ട് കൊണ്ടുപോവുകയും ചെയ്തു. അത് ഈ മകളെ കൂടുതലായിട്ട് പരീക്ഷ പാസ്സാകുമായിട്ടാണെങ്കിലും പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് പ്രാർത്ഥിക്കാനൊക്കെ ഒത്തിരിയേറെ സഹായമായി. കാരണം ഈ ജർമ്മൻ എക്സാം പാസ്സാകുമായിട്ടാണെങ്കിലും ബ്യൂട്ടി ലെവൽ പാസ്സാകുവാനൊക്കെ ആയിട്ട് പരിശുദ്ധ അമ്മയുടെ വലിയൊരു സംരക്ഷണം തന്നെയാണ് കൂടെ ഉണ്ടായിരുന്നത്. കാരണം ഈ മകളുടെ വാക്കിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ട്. നിരവധിയായ ജപമാലകൾ ചൊല്ലിയും എന്നെ ശക്തനാക്കുന്നതോടെ എനിക്കെല്ലാം ചെയ്യാൻ സാധിക്കുന്ന വചനം ആവർത്തിച്ചെഴുതി പ്രാർത്ഥിയും ചൊല്ലിച്ചതിൻ്റെയൊക്കെ വലിയൊരു അനുഗ്രഹം തന്നെയാണ് ഈ മകൾക്ക് ജർമ്മനിയിലേക്ക് പോകുവാനുള്ള എല്ലാവിധമായ കാര്യങ്ങളും പരിശുദ്ധ അമ്മയിലൂടെ
ഈ മകൾക്ക് അനുഗ്രഹമായിട്ട് ലഭിക്കുക ചെയ്യുന്നത്. അതേ തുടർന്നാണെങ്കിലും തനിക്ക് കിട്ടിയ രോഗസൗഖ്യമാണെങ്കിലും അത് പൂർണ്ണമായിട്ടും പരിശുദ്ധ അമ്മയുടെ ഒരു വലിയ സംരക്ഷണം തന്നെയാണ്. തനിക്ക് മുമ്പിലുള്ള എല്ലാ ബുദ്ധിമുട്ടുകളെയും പ്രയാസങ്ങളെയും മാറ്റിക്കൊണ്ട് പരിശുദ്ധ അമ്മയോട് ചേർന്നുകൊണ്ട് ആ മകൾ ആഗ്രഹിച്ച ലക്ഷ്യസ്ഥാനത്തിൽ എത്തുവാനായിട്ട് പരിശുദ്ധം അനുഗ്രഹിക്കുക ചെയ്തത്. ഇനി ഈ മകളെ പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് അനുഗ്രഹിക്കട്ടെ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. ഒപ്പം നമ്മളെയും പരിശുദ്ധ അമ്മയുടെ പ്രത്യക്ഷണ സാക്ഷികളായിട്ട് മാറ്റണമേ എന്ന് നമുക്ക് ഓരോരുത്തർക്കും പ്രാർത്ഥിക്കുകയും ചെയ്യാം. അത്യപൂർവ ദൈവാനുഭവങ്ങൾ ഇനി നിങ്ങൾക്കും സ്വന്തം. ഈ യൂട്യൂബ് ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. ഈ വീഡിയോ ഇപ്പോൾ തന്നെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്തുകൊണ്ട് കർത്താവിൻ്റെ പ്രേക്ഷിതരാകുക.